സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തുന്ന RSS മോദി വിരുദ്ധ പ്രസംഗങ്ങളെ BJP നേതാക്കളെ ചെറിയ രീതിയിൽ ഒന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. വിദേശത്ത് പോയാൽ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കുകയാണെന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴിതാ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയും നേതാവും മിനിസോട്ടയിൽ നിന്നുമുള്ള കോൺഗ്രസ് അംഗവുമായ ഇൽഹാർ ഒമറുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച BJP വൻ വിവാദമാക്കിയിരിക്കുകയാണ്. ഇൽഹാർ ഒമറുമായി രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച കടുത്ത ഇന്ത്യ വിരുദ്ധം എന്നാണ് BJPയുടെ ആരോപണം എന്ന് പറയുന്നത്. ഇൽഹാർ ഉമർ രാഹുൽ കൂടിക്കാഴ്ചയെ BJP ചൊടിപ്പിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അത് ഇന്ത്യയിലെ ചില സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടവയുമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിനിരയാവുന്നുവെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ഇൽഹാർ ഒമർ. കേന്ദ്രത്തിനെതിരെയും BJPക്കെതിരെയും 2019 മുതൽ ഇൽഹാർ ഒമർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സൊമാലിയൻ വംശജയായ US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിതയാണ് ഇൽഹാർ ഒമർ എന്ന് പറയുന്നത്. 2000-ൽ തന്റെ 17-ാം വയസ്സിൽ അമേരിക്കൻ പൗരത്വം നേടിയ ഒമർ പൊളിറ്റിക്കൽ സയൻസിലും ഇന്റർനാഷണൽ സ്റ്റഡീസിലും ബിരുദധാരി കൂടിയാണ്. കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ എഡ്യൂക്കേറ്റർ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാനേജർ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടനകളിൽ പോളിസി ഇനിഷ്യേറ്റീവ് ഡയറക്ടർ തുടങ്ങിയ നിരവധി റോളുകളിൽ പ്രവർത്തിച്ച ശേഷമാണ് ഒമർ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമേരിക്കയിലെ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള ഒമറിനെ പ്രോഗ്രസീവ് റൈസിംഗ് സ്റ്റാർ എന്നായിരുന്നു അമേരിക്കൻ പ്രഥമമായ റോൾ കോൾ 2018-ൽ വിശേഷിപ്പിച്ചത്. 2019-ൽ മിനിസോട്ടയിൽ നിന്നുള്ള പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഡെമോക്രാറ്റിക് ഫാർമർ ലേബർ പാർട്ടിയിൽ നിന്നും മിനിയാപോളിസിനെ പ്രതിനിധീകരിച്ച് 2017 മുതൽ 2019 വരെ മിനിസോട്ട ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും അംഗമായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവേർഷണൽ പ്രോഗ്രസീവ് കോക്കസ് വിഭാഗത്തിന്റെ വിപ്പ് ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ മിനിമം വേതന വർധനവ്, ആരോഗ്യരംഗത്തെ പുരോഗതി, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ, എഴുതിത്തള്ളൽ, കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ എന്നിവയ്ക്കായി ഈ സമയം ഒമർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അമേരിക്കൻ കോൺഗ്രസിൽ അംഗങ്ങളായ വെളുത്ത വർഗ്ഗക്കാരല്ലാത്ത 4 സ്ത്രീകളുടെ കൂട്ടായ്മയിലൂടെയായിരുന്നു ഒമറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സ്ക്വാഡ് എന്ന് പേരിട്ട് അമേരിക്കൻ വനിതാ രാഷ്ട്രീയക്കാരുടെ 4 സംഘം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ എല്ലാ അർത്ഥമുള്ള പ്രോഗ്രസീവ് വിങ് ആയിരുന്നു. അമേരിക്കയിലും പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലും നിലനിന്നു പോന്നിരുന്ന പരമ്പരാഗത രീതികളിലുമെല്ലാം മാറ്റിമറിച്ച് പുതിയ കാലത്തിനാവശ്യമായ രാഷ്ട്രീയത്തെ സ്ക്വാഡ് മുന്നോട്ട് വെച്ചിരുന്നു. സ്ക്വാഡിലെ അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ഈയൊരു സംയുക്തമായിട്ടുള്ള കാര്യം നടന്നിരുന്നത്. ഒമറിന്റെ മിക്ക രാഷ്ട്രീയ ഇടപെടലുകളും അങ്ങനെ തന്നെയായിരുന്നു. മാറുന്ന തലമുറയും അവരുടെ ചിന്തകളെയും പ്രതിനിധീകരിച്ചാണ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ അന്ന് മുന്നോട്ട് പോയിരുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഒമറിന്റെ കടുത്ത വിമർശനത്തിന് വിധേയമായ രാജ്യങ്ങളുടെ കണക്കെടുത്താലും അതും നീണ്ടുപോകും. അതിലൊന്നാണ് ഇന്ത്യയും. ചൈന, സൗദി അറേബ്യ, ഇസ്രയേൽ എന്നീ വൻ ശക്തികൾ മുതൽ കുഞ്ഞ് ഏഷ്യൻ രാജ്യമായ ബ്രൂണോയും സ്വന്തം രാജ്യമായ അമേരിക്കയും ഒമറിന്റെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. ഫലസ്തീനുകൾക്ക് വേണ്ടി സംസാരിക്കുകയും ഇസ്രയേലിനെ നിരന്തരം വിമർശിക്കുകയും ചെയ്തതിന്റെ പേരിൽ സയനിസ്റ്റ് ലോബിയുടെ കണ്ണിലെ കരടായി മാറുകയും ഇസ്രയേലിൽ പ്രവേശിക്കുന്നതിന് നിരോധനം നേരിടുകയും ചെയ്തയാളാണ് ഒമർ. 2019-ലാണ് ഇസ്രയേൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഒമറിനെ വിലക്കിയിരുന്നത്. ഇസ്രയേലിന്റെ ഫലസ്തീനിലെ സെറ്റിൽമെന്റ് പോളിസിയെയും പട്ടാള അധിനിവേശത്തെയും എതിർക്കുന്നതിനൊപ്പം തന്നെ ഇസ്രയേലിനെതിരായ ബോയോകോട്ട് ഡൈവെസ്റ്റ്മെന്റ് സാങ്ഷൻ എന്ന ഫലസ്തീൻ മൂവ്മെന്റിന്റെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിനെതിരെ മാത്രമല്ല, സൗദി അറേബ്യയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും യമനിലെ ഇടപെടലുകൾക്കുമെതിരെ ഒമർ വിമർശനം ഉന്നയിച്ചിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഉയ്ഗർ മുസ്ലിം വിരുദ്ധ നടപടികളെയും ലോകത്തിനു മുന്നിൽ വിമർശിക്കാൻ അവർ മടി കാണിച്ചിരുന്നില്ല. ധരിച്ച ഹിജാബിന്റെയും സ്വയം എടുത്ത നിലപാടുകളുടെയും പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ട വനിത കൂടിയാണിവർ. അമേരിക്കൻ കോൺഗ്രസിനകത്തും പുറത്തും അവർ നിരന്തരമായി മുസ്ലിങ്ങൾക്കും അഭയാർത്ഥികൾക്കും വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. ഇസ്ലാമോഫോബിയയ്ക്ക് അമേരിക്കയിൽ ശബ്ദമുയർത്തുന്ന മാത്രമല്ല, അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധസമാന ഇടപെടലുകൾക്കെതിരെയും അവർ നിരന്തരം സംസാരിച്ചു പോന്നു. ഞാൻ അടയ്ക്കുന്ന നികുതി യമനിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നല്ലോ എന്നറിയുമ്പോൾ ഹൃദയം നുറുങ്ങുന്നു എന്നാണ് ഒരിക്കൽ പറഞ്ഞിരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ തന്റെ പ്രവർത്തനങ്ങൾ കാരണം ഒമർ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഭരണസമയത്ത് നിരവധി വധഭീഷണികളും ഒമറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ട്രംപ് പലതവണ ഇവർക്കെതിരായി രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണോ അവർ വരുന്നത്, ഇവിടേക്ക് തന്നെയാണോ അവർ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2019 ജൂലൈയിൽ ഒമറിനെ ഉദ്ധരിച്ച് ട്വീറ്റ് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും രാഷ്ട്രീയപരമായി ഒമറിനെ തെല്ലും തളർത്തിയിരുന്നില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ.
2021 ജനുവരി 7 ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായി ആർട്ടിക്കിൾ ഓഫ് ഇംപീച്ച്മെന്റ് അവതരിപ്പിച്ച് 13 ജനപ്രതിനിധികളെ നയിച്ചതും ഒമറായിരുന്നു. ആ ദിവസം നിശ്ചയദാർഢ്യത്തിന് തെളിവാണ്. LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒമർ എടുത്തിട്ടുള്ള നിലപാടുകളും പ്രശംസനീയമാണ്. സ്വവർഗ പ്രേമികൾക്ക് വധശിക്ഷ നൽകുന്ന നിയമം പാസാക്കിയതിന്റെ പേരിൽ ബ്രൂണൈ എന്ന ഏഷ്യൻ രാജ്യത്തിനെതിരെ 2019 മെയ്യിൽ അമേരിക്കൻ കോൺഗ്രസിൽ ഒമർ ബില്ല് അവതരിപ്പിച്ചിരുന്നു. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ 21ാം നൂറ്റാണ്ടിന്റെ അനിവാര്യ ശബ്ദമാണ് ഇൽഹാർ അബ്ദുല്ലാഹി ഒമറിന്റേത്. വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ആ ഒരു കാര്യവും.